സിനിമയിൽ മാത്രം കണ്ടുപരിചയിച്ച സംഭവങ്ങളാണ് കണ്ണൂരിലുണ്ടായത്. ആക്രി കച്ചവടം ചെയ്ത് ജീവിച്ചിരുന്ന ദമ്പതികളുടെ ആദ്യത്തെ കുഞ്ഞായിരുന്നു അത്. ഇന്നലെ രാത്രി 11ഓടെ കുഞ്ഞിന്റെ മൃതദേഹം കിണറ്റിൽ നിന്ന് കണ്ടെത്തിയത് മുതലുള്ള ദുരൂഹതകളാണ് പകൽ അവസാനിക്കും മുൻപേ തീർന്നത്. പിതാവിന്റെ മരണത്തോടെ 12കാരിയെ നാട്ടിൽ നിന്ന് കൂടെ കൊണ്ടുവന്നതാണ് മരിച്ച കുഞ്ഞിന്റെ അച്ഛൻ. ചെറുപ്പത്തിൽ അമ്മ ഉപേക്ഷിച്ചു പോയതിനാൽ പെൺകുട്ടിക്ക് മാതൃവാത്സല്യം കിട്ടിയിരുന്നില്ല. ആ സ്നേഹവും ലാളനയും കിട്ടിയത് വളർത്തച്ഛനിൽ നിന്നും വളർത്തമ്മയിൽ നിന്നുമായിരുന്നു. സ്നേഹസമ്പന്നമായ ആ ജീവിതത്തിനിടയിലേക്കാണ് ഒരു കുഞ്ഞുകൂടി വന്നത്. ആദ്യ സന്താനത്തിന് സ്നേഹത്തിന്റെ നല്ലൊരു പങ്കും ആ മാതാപിതാക്കൾ നൽകിയപ്പോൾ വളർത്തുമകളായ തന്നോട് സ്നേഹം കുറഞ്ഞെന്നാണ് 12കാരിയുടെ മൊഴി. ഇതാണ് കൊലയിലേക്ക് നയിച്ചതെന്ന് പോലീസ്. രാത്രി മൂത്രമൊഴിക്കാൻ ഇറങ്ങിയപ്പോൾ അമ്മയ്ക്കൊപ്പം ഉറങ്ങുകയായിരുന്ന കുഞ്ഞിനെ തിരിച്ചെത്തിയപ്പോൾ കാണാനില്ല എന്നായിരുന്നു പെൺകുട്ടി ആദ്യം പോലീസിനോട് പറഞ്ഞിരുന്നത്. പിന്നീട് പലതവണയായി ചോദിച്ചപ്പോഴാണ് കുട്ടി കുറ്റം സമ്മതിച്ചത്. പുറത്തുനിന്ന് വാതിൽ തുറക്കാൻ കഴിയാത്ത ക്വാർട്ടേഴ്സിൽ നിന്ന് കുഞ്ഞ് പുറത്തുപോയതിൽ 12കാരിയുടെ പങ്ക് മാതാപിതാക്കൾ സംശയിച്ചിരുന്നുവെന്നും പോലീസ് പറയുന്നു. സംഭവത്തിൽ നടുങ്ങിയിരിക്കുകയാണ് മാതാപിതാക്കളും കുടുംബവും. സിനിമയിൽ മാത്രം കണ്ടുപരിചയിച്ച സംഭവങ്ങളാണ് കണ്ണൂരിലുണ്ടായത്. ആക്രി കച്ചവടം ചെയ്ത് ജീവിച്ചിരുന്ന ദമ്പതികളുടെ ആദ്യത്തെ കുഞ്ഞായിരുന്നു അത്. ഇന്നലെ രാത്രി 11ഓടെ കുഞ്ഞിന്റെ മൃതദേഹം കിണറ്റിൽ നിന്ന് കണ്ടെത്തിയത് മുതലുള്ള ദുരൂഹതകളാണ് പകൽ അവസാനിക്കും മുൻപേ തീർന്നത്. പിതാവിന്റെ മരണത്തോടെ 12കാരിയെ നാട്ടിൽ നിന്ന് കൂടെ കൊണ്ടുവന്നതാണ് മരിച്ച കുഞ്ഞിന്റെ അച്ഛൻ. ചെറുപ്പത്തിൽ അമ്മ ഉപേക്ഷിച്ചു പോയതിനാൽ പെൺകുട്ടിക്ക് മാതൃവാത്സല്യം കിട്ടിയിരുന്നില്ല. ആ സ്നേഹവും ലാളനയും കിട്ടിയത് വളർത്തച്ഛനിൽ നിന്നും വളർത്തമ്മയിൽ നിന്നുമായിരുന്നു. സ്നേഹസമ്പന്നമായ ആ ജീവിതത്തിനിടയിലേക്കാണ് ഒരു കുഞ്ഞുകൂടി വന്നത്. ആദ്യ സന്താനത്തിന് സ്നേഹത്തിന്റെ നല്ലൊരു പങ്കും ആ മാതാപിതാക്കൾ നൽകിയപ്പോൾ വളർത്തുമകളായ തന്നോട് സ്നേഹം കുറഞ്ഞെന്നാണ് 12കാരിയുടെ മൊഴി. ഇതാണ് കൊലയിലേക്ക് നയിച്ചതെന്ന് പോലീസ്. രാത്രി മൂത്രമൊഴിക്കാൻ ഇറങ്ങിയപ്പോൾ അമ്മയ്ക്കൊപ്പം ഉറങ്ങുകയായിരുന്ന കുഞ്ഞിനെ തിരിച്ചെത്തിയപ്പോൾ കാണാനില്ല എന്നായിരുന്നു പെൺകുട്ടി ആദ്യം പോലീസിനോട് പറഞ്ഞിരുന്നത്. പിന്നീട് പലതവണയായി ചോദിച്ചപ്പോഴാണ് കുട്ടി കുറ്റം സമ്മതിച്ചത്. പുറത്തുനിന്ന് വാതിൽ തുറക്കാൻ കഴിയാത്ത ക്വാർട്ടേഴ്സിൽ നിന്ന് കുഞ്ഞ് പുറത്തുപോയതിൽ 12കാരിയുടെ പങ്ക് മാതാപിതാക്കൾ സംശയിച്ചിരുന്നുവെന്നും പോലീസ് പറയുന്നു. സംഭവത്തിൽ നടുങ്ങിയിരിക്കുകയാണ് മാതാപിതാക്കളും കുടുംബവും.